പാതി വെന്ത നെതന്യാഹുവിൻ്റെ ഐഡിയ പണ്ടേ പാളി എന്നുള്ളത് വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് നെതന്യാഹുവിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ട്രംപിൻ്റെ അടുത്ത്. എന്ത്? ഇറാനെ എങ്ങനെ തകർക്കാം. ഇറാനിൻ്റെ ഒക്കെ നമ്മൾ മാസീവായിട്ടുള്ള എയർ അറ്റാക്ക് അങ്ങ് നടത്തുന്നു. അതായത് ഇറാനിൽ ഓൾറെഡി കുറച്ച് പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ കുറച്ച് മാസീവായിട്ടുള്ള എയർ അറ്റാക്ക് അങ്ങ് നടത്തുന്നു. ഇറാനിലുള്ള റിബൽ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ കംപ്ലീറ്റ് കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇറാൻ്റെ റെജിമിനെ പുഷ്പം പോലെ നമുക്കങ്ങ് മറിച്ചിടാം. ഇതായിരുന്നു ഐഡിയ. അപ്പോൾ ഇവർ ഈ ഇറാഖിൽ ഈ ഇറാൻ്റെ അതിർത്തി പ്രദേശത്തുള്ള കുർദുകൾക്ക്, അതായത് ഒരു ഷിയ എത്നിക് കമ്മ്യൂണിറ്റിയാണ് കുർദ്, ഇവർക്ക് ആയുധം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും എന്നാൽ ഈ ആയുധങ്ങൾ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി പൂഴ്ത്തി വെച്ചു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട് എന്നുള്ളതും കൂടെ അന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ എന്താ പറയുക, സിറിയയിലും ബഷാർ അൽ അസദിന് എതിരെയുള്ള പോരാട്ടത്തിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ISIS-നെതിരായിട്ടുള്ള പോരാട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ അമേരിക്ക അന്ന് ഉപയോഗിച്ചത് കുർദുകളെയാണ്, കുർദ് സേനേനെയാണ്. പക്ഷേ ഒരു ദിവസം ഒന്നും പറയാതെ അമേരിക്ക അവിടെ നിന്ന് എല്ലാം എടുത്ത് കെട്ടിമാണ്ടൊക്കെ പൂട്ടിവെച്ച് പോയി. അങ്ങനെ ഇവന്മാർ പെട്ടു. അപ്പോൾ ആ ഒരു പരിചയം ഓൾറെഡി അവർക്കുള്ളത് കൊണ്ട് തന്നെ അവരിതൊക്കെ വാങ്ങി വെച്ച് ഭദ്രാക്കി വെച്ചു എന്നല്ലാണ്ട് ഇവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നത്, കുർദ് അതിർത്തിയിൽ വൻ ആയുധ ശേഖരം പിടികൂടി, അമേരിക്കൻ നീക്കം തകർത്തതായി ഇറാൻ. അതായത് അമേരിക്ക ഇറാനെതിരെ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് കുർദുകൾക്ക് കൊടുത്തിട്ടുള്ള ആയുധ ശേഖരം അത് അവർ ഉപയോഗിച്ചില്ല എന്നുള്ളത് അമേരിക്ക തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ആ റിപ്പോർട്ടെല്ലാം പുറത്തു വന്നതിന് ശേഷം അവർക്കൊരു പ്രഷർ ഉണ്ടായതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇറാനിലോട്ട് ഈ ആയുധങ്ങൾ കടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത്. അങ്ങനെ അത് ഇറാൻ പിടികൂടി എന്നുള്ള വാർത്തയാണ് വരുന്നത്. അങ്ങനെ പാതി വെന്ത ഐഡിയ ആയിരുന്നു ഇത്, നെതന്യാഹുവിൻ്റെ പകുതി വെന്ത ഐഡിയ ആയിരുന്നു എന്നുള്ളത് പകല് പോലെ വ്യക്തമായിരിക്കുകയാണ് ഇതോട് കൂടെ എന്നുള്ളതാണ്. അതായത് ഇറാൻ ഒരു ലെജിറ്റിമസി കിട്ടുകയാണ് ഇവിടെ. അതായത് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളതും ശരിയാണെന്നുള്ളതും ഇപ്പോൾ തെളിഞ്ഞു എന്ന് വേണം ഇതിന് പറയാൻ. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസ് ഒന്ന് വായിക്കാം കേട്ടോ. ഇറാനിലേക്ക് കടത്താൻ ശ്രമിച്ച 100 കണക്കിന് അത്യാധുനിക ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തതായി ഇറാൻ സൈന്യം അറിയിച്ചു. വടക്കൻ ഇറാഖിലെ കുർദ് മേഖലയിൽ നിന്ന് രഹസ്യമായി അതിർത്തി കടത്താൻ ശ്രമിച്ച ആയുധങ്ങളാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പിടികൂടിയതെന്നാണ് ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. എക്സാക്ട്ലി അത് തന്നെ സംഭവം. കുർദുകൾക്ക് ആയുധങ്ങൾ കൊടുത്തു എന്ന് അന്ന് അമേരിക്ക പറഞ്ഞ അതേ സെയിം സാധനം തന്നെയാണ്. ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയായ കുർദിസ്ഥാനിലെ ബാനെ നഗരത്തിൽ നടത്തിയ രഹസ്യ സൈനിക നടപടിയിലൂടെയാണ് ഈ ആയുധക്കടത്ത് ശൃംഖല തകർത്തതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. വടക്കൻ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചാണ് അമേരിക്ക ഈ നീക്കം നടത്തിയതെന്ന് IRGCയുടെ ഹംസ സെയ്യിദ് അൽ ഷുഹദ ബേസ് ആരോപിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചതെന്നും ഇറാനിലെ നിലവിലെ യുദ്ധ സാഹചര്യം പ്രയോജനപ്പെടുത്തി രാജ്യത്തിനകത്ത് അസ്ഥിരത സൃഷ്ടിക്കുക എന്നായിരുന്നു ലക്ഷ്യമെന്നും ഇറാൻ വൃത്തങ്ങൾ ആരോപിക്കുന്നു. ഭാവിയിലെ സൈനിക പദ്ധതികൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നതിനും ഈ ശ്രമം ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് അവകാശവാദം. ഇതിനിടെ ഇറാനിലെ പ്രതിഷേധക്കാർക്ക് കുർദ് മേഖല വഴി വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. എന്നാൽ ഇറാഖി കുർദിസ്ഥാനിലെ ഭരണകക്ഷികളായ KDPയും PUKയും മറ്റ് കുർദിഷ് സംഘടനകളും ഇറാന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് ഇത് സംഗതി വേറൊന്നുമല്ല, അത് നെതന്യാഹുവിൻ്റെ ആ പാതി വന്ന ഐഡിയ തന്നെ ആയിരുന്നു. അത് ആ ഐഡിയ പൊളിഞ്ഞടങ്ങിയ ആ ഐഡിയയുടെ ചില ഭാഗങ്ങളും ചില വശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല, കുർദുകളുടെ ഒരു അറ്റാക്ക്, അതായത് ഈ ഇറാഖിൻ്റെ സൗദി അറേബ്യയുടെയും ഇറാഖിൻ്റെയും അതിർത്തി പ്രദേശത്ത് നിന്ന് സൗദിക്ക് നേരെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അത് കുർദുകൾ എഗെയിൻ സൗദി അറേബ്യക്കും കൂടെ എതിരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇറാൻ അമേരിക്ക കൊടുത്ത ആയുധങ്ങളാണോ ഇനി സൗദി അറേബ്യക്ക് നേരെ, അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ആ റീജിയനിലെ സ്ട്രാറ്റജിക് പാർട്ട്ണറിനെ നേരെ ഉപയോഗിച്ചത് എന്നുള്ളതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി
അസ്ഥിരമായിട്ടുള്ള കയോട്ടിക് ആയിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് സത്യത്തിൽ മിഡിൽ ഈസ്റ്റ് മാറി എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ മേജർ റീസൺ, മൂല കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻ്റർവെൻഷൻ തന്നെയാണ്. അതായത് ഇറാഖിൽ സദ്ദാം ഹുസൈനെ നേരെ ആക്രമണം നടത്തി സദ്ദാം ഹുസൈനെ കൊന്നു. ആ രാജ്യം അസ്ഥിരമായി പല മിലീഷ്യ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് അത് വന്നു. ISIS പോലെയുള്ള ലോക തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായി വന്നു. സിറിയ അതുപോലെ നശിച്ചു, ലെബനോൻ അതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്നു, യമൻ പണ്ടേ നശിച്ചു. ഇങ്ങനത്തെ ഒരു ഫ്രജൈലായിട്ടുള്ള യൂണിറ്റി ഇല്ലാത്ത ഒരു റീജിയൻ ആയിട്ട് സത്യത്തിൽ അമേരിക്ക ഇസ്രായേലും കൂടെ അവിടെ മാറ്റി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. വളരെ റിച്ച് ആയിട്ടുള്ള കൾച്ചറും അതേപോലെ തന്നെ സൊസൈറ്റി ഒക്കെ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇതെന്ന് ആലോചിക്കണം. മെസപ്പൊട്ടോമിയൊക്കെ ഉണ്ടായിരുന്ന ഇറാഖിന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. ഉണ്ടാക്കി തീർത്തത് ആരാ? ജനാധിപത്യം പൂത്തുലയ്ക്കാൻ വേണ്ടിയിട്ട് പൂവും കായും കൊണ്ടുപോയ അമേരിക്കയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പാതി വെന്ത ഐഡിയയുടെ ബാക്കി അപ്പക്കഷ്ണങ്ങൾ ഇപ്പം ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം കാണണ്ടേ എന്നുള്ളതാണ്.